ഇന്ന് നമ്മളൊരു കുട്ടി വ്ളോഗാണ് കേട്ടോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയുണ്ടാവും, ബാംഗ്ലൂരിൽ ഐക്യ ഓപ്പൺ ആയിട്ടുണ്ട് നാഗസന്ദ്രയിൽ. അപ്പോൾ ഇന്ന് ഐക്യ ഫാമിലി ഡേ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യക്കുട്ടി ഇല്ല, അവന് ക്ലാസ് ഉണ്ട്, ഇന്ന് വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ അതിനുകൊണ്ട് അവനെ കൊണ്ടുപോകില്ല. പിന്നെ അവനെ കൊണ്ടുപോകാത്തതിന് വേറെ കാരണം കുറേ നടക്കാനുണ്ട്, അതുകൊണ്ട് അവൻ കോപ്പറേറ്റ് ചെയ്യുമെന്നും കൂടി അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഫസ്റ്റ് പോയി വന്നിട്ട് എങ്ങനെയുണ്ട് നോക്കി വന്നിട്ട് പിന്നെ അവനെയും കൊണ്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത് ഒരു ദിവസം. അപ്പോൾ നമുക്ക് ഇന്നൊരു കുട്ടി വ്ളോഗായിട്ട് ചെയ്യാം. അവിടെയുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണ്, പ്രൈസ് റേഞ്ച് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് നോക്കാം. അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, നല്ലോണം വിശക്കുന്നുണ്ട്. ഓൺ ദ വേ ബ്രേക്ക്ഫാസ്റ്റും കൂടി കഴിച്ചിട്ട് വേണം പോകാം. അപ്പോൾ 10 മണിയായി, 11:30 ആകുമ്പത്തേ അവിടെ എത്തണം. അപ്പോൾ ഇന്നത്തേത് ഒരു കുട്ടി ഐക്യ വ്ളോഗാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 10-35 മിനിറ്റിൻ്റെ ദൂരമാണ് ഐക്യയിലേക്ക് ഉള്ളത്. പോണ വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റും കൂടി കഴിക്കാൻ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. വിശപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര വിശപ്പ് വേണ്ടാണ്ടിരിക്കുമ്പം വേഗം ഓർഡർ കിട്ടും. എന്നിട്ട് ഓർഡർ കിട്ടിയപ്പോഴാണെങ്കിൽ മസാല ദോശ, അയ്യോ പെത്തറ്റിക് ആയിട്ടുള്ള മസാല ദോശയായിരുന്നു കേട്ടോ. എനിക്കിങ്ങനെ ഭയങ്കര ക്രിസ്പി ആയിട്ടുള്ള മസാല ദോശ ഇഷ്ടമല്ല, കുറച്ചൊരു സോഫ്റ്റ്നെസ് വേണം. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. എന്തൊക്കെയായാലും എത്തി, വണ്ടി പാർക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ടാർഗറ്റ് ഒരു 2-2.5 hours ഉള്ളിൽ ഇറങ്ങണം എന്നുള്ളതായിരുന്നു കേട്ടോ. അതായത് മോനൊക്കെ എത്തുന്നതിനേക്കാൾ മുമ്പേ തിരിച്ച് ലഞ്ചൊക്കെ കഴിച്ച് എത്തണം എന്നുള്ളതായിരുന്നു നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പാർക്കിങ്ങിനൊക്കെ ഭയങ്കര അധികം സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വലിയ പാർക്കിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കോവർക്കർ ഫാമിലി അങ്ങനെ ആയിക്കൊണ്ട് നമുക്കൊരു ബാൻഡൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിന്. ആൻഡ് അവരിങ്ങനെ ക്ലാപ്പ് ചെയ്തിട്ടാണ് നമ്മളെ വെൽക്കം ചെയ്യുക. അത് ഞാൻ ഷൂട്ട് ചെയ്തില്ല, എനിക്ക് നാണായിപ്പോയി. അങ്ങനെ ക്ലാപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മളെ വെൽക്കം ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നല്ല രസമുണ്ട്. അപ്പോൾ നമ്മൾ കയറി വരുമ്പം തന്നെ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ എൻ്റർ ചെയ്യുന്നത് ഇവരിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഹാളാണ് കേട്ടോ. അപ്പോൾ ഓരോരോ ബെഡ്റൂം ആണെങ്കിലും നമ്മളെ ലിവിങ് സ്പേസ് ആണെങ്കിലും ഡൈനിങ് സ്പേസ് ആണെങ്കിലും കിച്ചണൊക്കെയും തന്നെ ഇവരൊരു പാറ്റേണിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് നമുക്ക് എല്ലാ സാധനങ്ങളും നമുക്ക് അവിടെ നിന്ന് പിക്ക് ചെയ്യണമെങ്കിൽ അവിടെ തന്നെ പിക്ക് ചെയ്യാൻ തോന്നുന്നു. അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ നമുക്ക് വാങ്ങിക്കാനുള്ളതായിട്ടുള്ള സ്പേസ് താഴെയും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ കാണുമ്പോൾ എന്താ വെച്ചാൽ നമുക്കൊരു കിച്ചൺ ഉണ്ടെങ്കിൽ ഈ കിച്ചണിൽ ഒരു സാധനം ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക എന്നുള്ളൊരു പിക്ചർ കിട്ടും, ഒരു ഐഡിയ കിട്ടും. ആൻഡ് പിന്നെ ഈ ചെയറൊക്കെ ഉണ്ടാവില്ലേ, എല്ലാ കളർ കോമ്പിനേഷൻസിലും ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് ഓൾറെഡി കൗച്ച് ഉണ്ട്. അപ്പോൾ കൗച്ചിനോട് ഇപ്പം എന്താ വെച്ചാൽ കോൺട്രാസ്റ്റ് ഒക്കെ ആയിട്ടാണല്ലോ ഉണ്ടാവുക. അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ചെയർസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അതേപോലെ തന്നെ ഈ സോഫയൊക്കെ ഒരുപാട് കളേഴ്സ്, വെറൈറ്റീസ് കളേഴ്സ്, ഈ ഭയങ്കര എടുത്തു നിൽക്കുന്ന കളർ യെല്ലോ അങ്ങനത്തെയൊക്കെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. ആൻഡ് ബേസിക്കലി മൊത്തത്തിലൊരു വെള്ള വൈറ്റ് കളർ തീമാണ് കേട്ടോ ഉള്ളത്. കുറേ സ്ഥലത്തൊക്കെ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ പിക്ചേഴ്സും കാണുമ്പോൾ തന്നെ മനസ്സിലാവും. വൈറ്റ് തീം, ഗ്രേ, ബേജ്, അത് എനിക്കും പേഴ്സണലി കുറച്ചും കൂടി ഇഷ്ടമുള്ള തീമാണ് ഈ വൈറ്റ് ഗ്രേ തീം എന്നൊക്കെ പറയുന്നത്, ബേജ് എന്നൊക്കെ പറയുന്നത്. അപ്പം നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെയറുകൾ, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റഡി ടേബിൾസ്, സ്റ്റഡി ചെയർസ്, ഇതൊക്കെ ഉണ്ട് കേട്ടോ. അതും വ്യത്യസ്തമായ രീതിയിലുള്ള സംഭവങ്ങളാണുള്ളത്. ഞാൻ ഇവിടെ ഒരു ഗ്ലാസിൻ്റെ മരത്തൊരു ചെയർ കണ്ടില്ലേ, ഇത് ക്യൂട്ടായിട്ടുള്ളതല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് ഡൈനിങ് ടേബിൾ സ്പേസ് ആണ്, അതിൻ്റെ ചെയറും കൂടിയാണുള്ളത് കേട്ടോ. ആൻഡ് ഈ ഒരു സ്പൂൺ, ഫോക്ക് ആൻഡ് നൈഫ് സെറ്റിൽ, ഇത് സെറ്റല്ല കുറേ എണ്ണുണ്ട്, അതിനകത്ത് മൾട്ടിപ്പിൾ പീസസ് ആണ്. ഇതൊക്കെ പേസ്റ്റൽ ഷെയ്ഡ്സിലാണ്. ഇത് ഞാൻ വാങ്ങിയിട്ടുണ്ട്, മോന് സ്കൂളിലേക്കൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി. നല്ല, ഇതിന് വെറും 99 രൂപയാണ് കേട്ടോ. ഇത്രയും ഈ പാക്കറ്റിന് 99 രൂപയാണ്. നല്ല ക്വാളിറ്റിയുള്ള സംഭവമാണ്. സ്കൂളിലേക്ക് എനിക്ക് സ്റ്റീലിൻ്റെ ഫോക്കൊക്കെ കൊടുക്കാൻ ഭയങ്കര പേടിയാണ്. അപ്പോൾ കുട്ടികൾക്ക് സേഫായിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ളതാണ്. ആൻഡ് ഈ ഫ്ലവർ വേസസ് ഇല്ലേ, വേസ് എന്താണെങ്കിലും ഇതിനും 99 റുപ്പീസ് ആയിരുന്നു കേട്ടോ. ഇങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഫ്ലവർ വേസസിൻ്റെ കാര്യത്തിൽ. ഈ കിച്ചൺ ഞാൻ എടുക്കാൻ കാരണം എന്താ വെച്ചാൽ എനിക്ക് എൻ്റെ ഒരു ഡ്രീം കിച്ചണാണിത്. കാരണം വൈറ്റ് തീം എനിക്ക് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു കിച്ചൺ സെറ്റ് ചെയ്യണം എന്ന് എനിക്ക് താല്പര്യം കേട്ടോ. നമ്മൾ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻറ്റീരിയേഴ്സ് നടക്കുന്ന സമയത്ത് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഒന്നിലും അങ്ങനെ കൈ കിടത്താനുള്ളൊരു മൈൻഡ് ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അപ്പോൾ ഇനി എടുക്കുന്ന അപ്പാർട്ട്മെൻറ്റിൽ ഇങ്ങനെ സെറ്റ് ചെയ്യണം എന്ന് എനിക്ക് വലിയ താല്പര്യമാണ്, വൈറ്റ് കളറിൽ. പിന്നെ ഓർഗനൈസേഴ്സ്, നമുക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള ഓർഗനൈസേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ആരോ കാണുന്നില്ലേ, അപ്പോൾ വലിയൊരു സ്പേസ് അല്ല, അതുകൊണ്ട് ഈ ആരോസ് ഫോളോ ചെയ്തിട്ട് നമ്മൾ പോകണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് പിന്നെയും പോയ സ്ഥലത്ത് തന്നെ പോകാനൊക്കെ ആയിട്ടുള്ള ചാൻസസ് ഉണ്ട്. ആൻഡ് ഇത് സിങ്കിൻ്റെ പാറ്റേൺസ് ആണ്, നല്ല വലിയ സിങ്കാണ് കേട്ടോ. അങ്ങനെ ഡീപ്പായിട്ടുള്ള വലിയ സിങ്കാണ്. അപ്പോൾ നമ്മൾ കഴുകുമ്പോൾ ഒന്നും ഇങ്ങനെ തെറിക്കാണ്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല ഭംഗിയുണ്ട്. അതേപോലെ തന്നെ ഇങ്ങനെ ബെഡ്റൂംസിൽ കുട്ടികൾക്കുള്ള കളേഴ്സ്, പെൺകുട്ടികളാണ് പീച്ച് ഷെയ്ഡ്സ്, ബ്ലൂ ഷെയ്ഡ്സ് അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്.
നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പില്ലോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഒന്നൊരു ഐഡിയ ഇല്ലാത്തവർ പോയിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്കൊരു പിക്ചർ കിട്ടും ഇങ്ങനെയൊക്കെയാണ് വേണ്ടത് എന്നുള്ളത്. എല്ലാത്തിനും ടാഗും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പ്രൈസ് കുറവുള്ളതിനുള്ള ടാഗ് എല്ലാത്തിനും കൊടുത്തിട്ടുണ്ട്. നമുക്ക് കൺഫ്യൂഷൻ ഒന്നും ആവില്ല. എല്ലാത്തിൻ്റെയും മേലെ ടാഗ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇത് ഇന്ത്യൻ മെയ്ഡ് പീസസ് ആണ് കേട്ടോ. ഫർണിച്ചേഴ്സിൽ ഇന്ത്യൻ മെയ്ഡ് പീസസ് ആയിട്ടുള്ളത് സെപ്പറേറ്റ് തന്നെ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് 15,000 സംതിങ്ങിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേപോലെ നമുക്കിവിടെ നിർമ്മിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ ലൈൻ ചെയ്തിട്ട് ഒരു കോർണറിലായിട്ട് വെച്ചിട്ടുണ്ട്. അതെ, കണ്ണാടി നമ്മളുടെ ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് ചുമ്മാ ഒരു ഷോട്ട്. ഞാൻ ഈ സമയത്തായത് എനിക്ക് നല്ലോണം തളർന്നു കേട്ടോ. എനിക്ക് കാലൊക്കെ വേദനിക്കാൻ തുടങ്ങി. ഈ ആനക്കുട്ടി ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. എല്ലാ സ്ഥലത്തും വെച്ചിട്ട് നമ്മളെ ഇങ്ങനെ എന്താ പറയുക, അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊരു ക്യൂട്ടാണെന്നറിയാം. ഞാൻ ആദ്യക്ക് വാങ്ങി അവസാനം. കുറച്ച് കോസ്റ്റ്ലി ആണ്, എന്നാലും കുഴപ്പമില്ല. എനിക്കത് കണ്ടിട്ട് അത് വിട്ട് വരാൻ തോന്നിയില്ല, അതുകൊണ്ട് ആദ്യക്ക് വാങ്ങി. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ബോക്സസ്, ലഞ്ച് ബോക്സസ്, അങ്ങനത്തെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഞാൻ പിന്നെ വാങ്ങാൻ പോയില്ല, അവന് ഓൾറെഡി ഉണ്ട്. അത് പിന്നെ വെറുതെ വാങ്ങിയിട്ട് പിന്നെ എന്തിനാന്ന് വിചാരിച്ചിട്ട് അത് വാങ്ങിയില്ല. ഇവിടെ നിന്നാണ് നമുക്ക് എല്ലാം പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, മേലെന്നും എടുക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവിടെ എങ്ങനെ പർച്ചേസ് ചെയ്യാനായിട്ട് ബൾക്കായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ കുഷൻ കവേഴ്സൊക്കെ ഡിഫറെൻറ്റ് പാറ്റേൺസിലും എന്തൊക്കെയോ പാറ്റേൺസിലൊക്കെ വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇത് ലൈറ്റ്സിൻ്റെ ഒക്കെ സെക്ഷനാണ്. ലൈറ്റ് അങ്ങനത്തെ സംഭവം, ടേബിൾ ലാമ്പ് അങ്ങനത്തെയൊക്കെ കാര്യങ്ങളാണ്. അതിലും ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. പിന്നെ ഈ നൈറ്റ് ലാമ്പ് ഉണ്ടാവില്ല, അതിന് ക്ലൗഡ്സിൻ്റെ ഒക്കെ ഇതായിട്ടുള്ളത് ഉണ്ടായിരുന്നു. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. റെഡ് കളറിൽ കാണുന്നില്ലേ, അത് ക്ലൗഡ്സ് ആണ്. അത് നമ്മളിങ്ങനെ രാത്രി ഡിം ലൈറ്റൊക്കെ ഇടുന്നതിന് പകരമായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ടാവും. ബെഡ്റൂംസിലൊക്കെ, പ്രത്യേകിച്ച് കുട്ടികളുടെ റൂംസിലൊക്കെ വെക്കാനായിട്ട് നല്ല ഭംഗിയുണ്ടാവും. ആൻഡ് ടേബിൾ സൈഡ് ലാമ്പ് ആണെങ്കിലും ഒക്കെ തന്നെ നല്ല ഭംഗി. നിങ്ങൾക്ക് സർക്കിളാണ് അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഏത് ഷേപ്സിൽ വേണമെങ്കിൽ. ആൻഡ് ഇത് നല്ല ഭംഗിയിട്ടില്ല കാണാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ ഈ വെസ്റ്റേൺ കൺട്രീസിലെ വ്ളോഗ്സിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ ഒരു ലൈറ്റ്സ്. പിന്നെ ഞാനിങ്ങനെ അലയുകയാണ്. നമ്മൾ ഒരുപാടൊന്നും വാങ്ങി കൂട്ടിയിട്ടില്ല. കുട്ടി സാധനങ്ങളാണ് അധികം വാങ്ങിയിട്ടുള്ളത്. എനിക്ക് ഫ്രെയിംസ് വാങ്ങണമെന്നുണ്ടായിരുന്നു. അത് ഞാൻ വിചാരിച്ച ഫ്രെയിം അവിടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല. എനിക്ക് ഗോൾഡൻ സൈഡുള്ളത് ഫ്രെയിം വേണ്ടിയിരുന്നു, പക്ഷെ അവിടെയൊക്കെ വൈറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഗോൾഡൻ ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാനത് വിട്ടു. അത് ഒരു കാര്യം ഞാൻ തപ്പിപ്പോയതായിരുന്നു, പക്ഷെ അത് കിട്ടിയില്ല. പക്ഷെ എനിക്ക് വേണ്ട ക്യാൻഡിൽസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടി കേട്ടോ. ഇതാണ് നമ്മുടെ ഫ്ലവർ വേസസ്. ഇവിടെ കുറച്ചും കൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ള സൈഡിലേക്കുള്ളതാണുള്ളത്. 699, 899 അങ്ങനെയൊക്കെ വരുന്നത്. പിന്നെ ഇത് നമുക്ക് ഈ ഫ്ലോർ സെറ്റ് ചെയ്യില്ലേ, ഈ ഔട്ട്ഡോർ സ്പേസിലുള്ള ഫ്ലോർ സെറ്റ് ചെയ്തിട്ട് അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഈ പുല്ല് പിടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ. അപ്പോൾ അതിനൊക്കെയുള്ള സാമ്പിൾ പീസസ് ഉണ്ട്. അത് നമുക്ക് ഏതാണ് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ബൾക്കായിട്ട് തരും. ഇത് അവരുടെ വെയർ ഹൗസുമാരാണ്. വലിയ വലിയ ഫർണിച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. ഇത് പൈക്കേണ്ട ഒരു കോൺസെപ്റ്റ് നമ്മൾ തന്നെ അസംബിൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ള വലിയൊരു ഗോഡൗൺ സ്പേസ് പോലെ ഉണ്ട് കേട്ടോ. അങ്ങനെ അട്ടിട്ടിട്ടിട്ടിട്ട് മേലെ വരെ വെച്ചിട്ടുണ്ട്. അവിടെയാണ് അവരുടെ ഈ ബൾക്കായിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ചെക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടി പോവാം. നമ്മളിങ്ങനെ നോക്കി എന്താ പറയുക, വെച്ചിരിക്കുന്ന രീതിയൊക്കെ ലേബിൾ ചെയ്തിട്ടൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നിന്നായിരിക്കും ചിലപ്പോൾ അവരിങ്ങനെ കണ്ടിട്ട്, ആ പീസ് കണ്ടിട്ട് ഇവിടെ വന്നിട്ട് അവർ കൊടുക്കുകയായിരിക്കും. അങ്ങനെ ആയിരിക്കാനാണ് സാധ്യത. കാരണം നമ്മൾ ഇതിന് മുമ്പേ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക്, എന്താ പറയുക, സ്റ്റഡി ടേബിളും കാര്യങ്ങളൊക്കെ. അപ്പോൾ വീട്ടിൽ വന്നു നമ്മൾ അത് അസംബിൾ ചെയ്യുകയാണ് ചെയ്തത്. ആൻഡ് ഈ ഒരു സൈഡിൽ എന്താ വെച്ചാൽ ഈ എന്താ പറയുക, ചെറുതായിട്ട് പൊടിയൊക്കെ വന്നിട്ടുള്ള പീസസ് ഉണ്ടാവില്ലേ, അത് കുറഞ്ഞ വിലയ്ക്ക് ആ ഒരു കൗണ്ടറിൽ നമുക്ക് വാങ്ങാം കേട്ടോ. നമ്മൾ ചെക്കൗട്ട് ചെയ്തു. ആൻഡ് അജാന ബാഹു ഒരു ലിഫ്റ്റാണ് കേട്ടോ. ഈ വലിയ സാധനങ്ങളൊക്കെ എടുത്ത് കൊണ്ടുപോകേണ്ടിയിരിക്കും, വലിയൊരു ലിഫ്റ്റാണ് കേട്ടോ. അപ്പം അത്രയാണ് നമ്മളുടെ വ്ളോഗ്. ഓക്കെ, ഞങ്ങൾ IKEA കണ്ടു കഴിഞ്ഞു. ചന്തു, ഹൗ വാസ് IKEA? IKEA അടിപൊളിയാണ്, എനിക്കിഷ്ടമായി. എനിക്ക് അറേഞ്ച് ചെയ്തതൊക്കെ ഭയങ്കര ഇഷ്ടമായി. സൗണ്ട് ഭയങ്കര എസ്തറ്റിക് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കാണുമ്പം പർച്ചേസ് ചെയ്യണം എന്നുള്ളൊരു ഫീല് വരുന്നുണ്ട്. പിന്നെ ബഡ്ജറ്റ് നോക്കുകയാണെങ്കിൽ എല്ലാ ബഡ്ജറ്റിലും ഉള്ള രീതിയിലുള്ള പ്രോഡക്റ്റ്സ് എല്ലാം നമുക്ക് ഉണ്ട് കേട്ടോ. പിന്നെ എനിക്ക് അറേഞ്ച് ചെയ്തത് ഭയങ്കര ഇഷ്ടമായി എല്ലാ കാര്യം. പിന്നെ നമുക്കൊരു കോൺസെപ്റ്റിലെല്ലാം കാണിച്ചു തന്നിട്ട്, കിച്ചൺ ഇങ്ങനെ കോൺസെപ്റ്റ്, ബെഡ്റൂം ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ്, അങ്ങനെ കോൺസെപ്റ്റ് വെച്ച് കാണിച്ചു. ഒരു ഐഡിയ ഇല്ലാത്ത ഒരാൾക്ക്
പെട്ടെന്ന് വന്ന് കാണുമ്പം ഒരു ഐഡിയ കിട്ടും. ഓക്കെ, എനിക്ക് എൻ്റെ ബെഡ്റൂം ഈ ഒരു കൈൻഡ് ഓഫ് ഫീലാണ് വേണ്ടതെന്നുള്ളൊക്കെ ഒരു ഐഡിയ കിട്ടാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു സംഭവം കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ഇറ്റ്സ് വെരി ന്യൂ. എനിക്ക് മൊത്തത്തിൽ ഇഷ്ടമായി. പിന്നെ എന്താ വെച്ചാൽ നന്നായിട്ട് നടക്കാനുണ്ട്. അതുകൊണ്ട് ഒരു സ്പോർട്സ് ഷൂ ഒക്കെ ഇട്ടിട്ട് വരുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ കാല് നന്നായിട്ട് വേദനിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മെൻ്റലി പ്രിപ്പയർ ആയിട്ട് വരികയാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഒരു കംപ്ലീറ്റ് ഹോം സെറ്റപ്പ് ചെയ്ത് എടുക്കാൻ ഒക്കെ ഉള്ള ആളുകളുണ്ടാവില്ല. ഇപ്പോൾ പുതിയൊരു വീട് വാങ്ങി അവിടേക്കെല്ലാം എന്താ പറയുക 0 to അറേഞ്ച് ചെയ്തെടുക്കാൻ അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാം കിട്ടും കേട്ടോ. ഞാൻ കിച്ചൺ ഐറ്റംസ് ഒക്കെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അങ്ങനത്തെ സാധനങ്ങൾ വരെ ഈ സ്പാച്ചുലയിലൊക്കെ എന്തൊക്കെ വെറൈറ്റീസ് ഓഫ് സ്പാച്ചുലാസ് ആണുള്ളത് വെച്ചാൽ നമ്മളെ കയ്യിലൊക്കെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ തോന്നുന്നു. എന്തൊക്കെയൊക്കെയോ പേരുകളിൽ എന്തൊക്കെയൊക്കെയോ എന്താ പറയുക കാര്യങ്ങൾ ചെയ്യാനുള്ള സ്പാച്ചുലാസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാനൊരു ഹോൾ വീഡിയോ ആയിട്ട് അടുത്ത് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയാണ്. നമ്മൾ തിരിച്ചു പോവാണ്. ഇപ്പോൾ സമയം 1:20 എക്സാക്ട്ലി 2 മണിക്കൂറാണ് ഞങ്ങൾ എടുത്തത് ഉള്ളിൽ കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ കുറച്ചൊന്ന് റഷ് ചെയ്തിട്ട്, കാരണം മോൻ വരുമ്പോഴത്തേക്കും തിരിച്ച് വീട്ടിലെത്താനുള്ളത് കൊണ്ട് കുറച്ചൊന്ന് റഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ലോണം സമയം എടുത്ത് കാണാൻ ചിലപ്പോൾ 2.5 മണിക്കൂറൊക്കെ വേണ്ടി വരും. അത്രയും പേർച്ചേസൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ കാണുകയാണെങ്കിൽ ഇനി അതിലും കൂടുതൽ സമയം വേണ്ടി വരും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ ഒരു കുട്ടി ഐക്കിയ വ്ളോഗ്. പിന്നെ നമ്മൾ അവിടെ ഫുഡ് ഉണ്ട്, ഒരുപാട് ഫുഡ് ഓപ്ഷൻസ് ഉണ്ട്. അവരുടെ തന്നെ റെസ്റ്റോറൻറ്റ് ഉണ്ട്. റെസ്റ്റോറൻറ്റ് നമ്മൾ കയറിയില്ല, നമ്മൾ ചീസ് കേക്കും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ആ ഒരു ഫുഡിൻ്റെ കാര്യത്തിലും സോർട്ടഡ് ആണ് അവിടെ പോയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത്രയായിരുന്നു ഇന്നത്തെ ഒരു ഐക്കിയ വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചന്തു ശരി, ബൈ ബൈ. അപ്പോൾ എല്ലാവർക്കും ബൈ. ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് താങ്ക്സ്. ഓക്കെ, ടേക്ക് കെയർ, ബൈ.